ഏവർക്കും ആക്സസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപത്തായി തേവയ്ക്കൽ എന്ന സ്ഥലത്താണ് എടപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരത്തായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വില്ല പ്രൊജക്റ്റ് ആയാലും ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളാണ്. മാത്രമല്ല അഡീഷണൽ കോസ്റ്റുകളോ യൂട്ടിലിറ്റി ചാർജുകളോ ഒന്നും തന്നെ വരുന്നില്ല. അതേ മോഡൽ ഒരു വില്ല പ്രൊജക്റ്റാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 5ഓളം വീടുകളാണ് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 5 മീറ്റർ വീതിയുള്ള ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5ഓളം വീടുകളാണ് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ്. ഇതൊരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല കാക്കനാട് സൈഡിലേക്കും എടപ്പള്ളി സൈഡിലേക്കും അതുപോലെ തന്നെ ആലുവ സൈഡിലേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായൊരു വീടാണ്. ഈ വില്ല പ്രൊജക്റ്റിലെ ഫസ്റ്റ് വീടാണ്. 3 സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാക്സിമം ലാൻഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കവേർഡായി ഒരു വലിയ കാർ പാർക്കിംഗ് നമുക്കിവിടെ ലഭ്യമാണ്. ഒരു ഇന്നോവ മോഡൽ വലിയ SUV പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിഴക്കോട്ട് ദർശനമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഡബിൾ പാളികൾ, 2 പാളികളോട് കൂടിയ ഡോറ് ഇതിന് ലഭ്യമാണ്. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുമ്പോൾ തന്നെ കാണുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയ ഒരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം കബോർഡ് വർക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ ഇവിടെ ലഭ്യമാണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. മനോഹരം ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം കബോർഡ് വർക്കുകൾ, ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും ഇവിടെയാണ് വരുന്നത്. 1550ഓളം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കിച്ചൺ ഈ വീടിന് അവൈലബിൾ ആണ്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ മനോഹരമായ കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നു. കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റ് ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. കവേർഡായി നല്ല ഭംഗിയിൽ തന്നെയാണ് വർക്ക് ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ 3 ബെഡ്റൂമുകളിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ വാൾഡ്രോബാണ് ഇവിടെ ലഭിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റും ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം.
നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആയിട്ട്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡായിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ കൂടെ ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്ക് ഈ ബെഡ്റൂമിന് ലഭ്യമാണ്. നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വാഷിംഗ് മെഷീനുള്ള പ്രത്യേക ഏരിയയും നമുക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരം, സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം ദൂരം, എടപ്പള്ളി ലുലു മാളിൽ നിന്ന് 6-7 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിൽക്കാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി വീടുകൾ വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മനോഹരമായ ഈ വീടുകളുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.